സ്ത്രീയുടെ ജന്മം ധന്യമാകുന്നത് അവളൊരു അമ്മയാകുമ്പോഴാണ്. അമ്മയാകുമ്പോഴാണ് അവൾക്ക് ഒരു ലക്ഷ്യമുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ലക്ഷ്യബോധമുണ്ടാവുകയുള്ളൂ. അതുമാത്രമല്ല, ഒരു കുഞ്ഞിനെ സ്നേഹിക്കാനും താലോലിക്കാനും കുഞ്ഞിനെ മുലയൂട്ടുവാനും അതോടൊപ്പം തന്നെ താരാട്ടുപാടി ഉറക്കുവാനും കൊതിക്കാത്ത ഒരു പെൺ മനസ്സ് പോലും ഉണ്ടാവുകയില്ല. എത്ര ചികിത്സിച്ചിട്ടും എത്ര ചികിത്സാ ഫലം നേടിയെടുത്തിട്ടും ഒരു കുഞ്ഞിക്കാല് പോലും കാണാൻ ഭാഗ്യമില്ലാത്ത ഒരുപാട് പേർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും അതുമാത്രമല്ല ഒരുപാട് പേർ അനുഭവിക്കുന്നതുമായ ഒരു പ്രശ്നമാണ് വന്ധ്യത. ലൈഫ് ലൈനിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വന്ധ്യതയെക്കുറിച്ചാണ്. TCയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലൈഫ് ലൈൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇന്ന് എൻ്റെ കൂടെയുള്ളത് കെയർവെൽ ഹോമിയോപ്പതിക് ഫെർട്ടിലിറ്റി ക്ലിനിക് തോട്ടപ്പടിയിലെ ഡോക്ടറായ KB ദിലീപ് കുമാർ സാറാണ്. സർ, സ്വാഗതം ലൈഫ് ലൈൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് വന്ധ്യത, അല്ലേ? ശരിക്കും എന്താണ് വന്ധ്യത? വന്ധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർ വിവാഹത്തിന് ശേഷം ഒരുമിച്ച് ഒരു വർഷം ജീവിക്കുകയും നിരന്തരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടും കുഞ്ഞുങ്ങളുണ്ടാവാത്ത ഒരവസ്ഥയ്ക്കാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുക. അതുമല്ലെങ്കിൽ അത് നമ്മൾ പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്നുള്ള രീതിയിലാണ് കണക്കാക്കുക. നേരെ മറിച്ച് നമ്മൾ ഒരു കുഞ്ഞായതിനു ശേഷം അല്ലെങ്കിൽ ഒരിക്കലും ഒരു അബോർഷൻ ആയതിനു ശേഷം വീണ്ടും കുഞ്ഞുണ്ടാവാത്തൊരവസ്ഥയ്ക്ക് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്നും പറയും. ഓക്കെ, ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് തരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്, അല്ലേ? ഇപ്പോൾ ആയുർവേദമുണ്ട്, അലോപ്പതി ഉണ്ട്. ശരിക്കും ഹോമിയോപ്പതിക്ക് വന്ധ്യതയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ പ്രാധാന്യം? മറ്റുള്ള വൈദ്യശാസ്ത്ര ശാഖകളിൽ നിന്നും വ്യത്യസ്തമായി, പ്രത്യേകിച്ച് നമ്മുടെ മോഡേൺ മെഡിസിനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഹോമിയോപ്പതിക്ക് ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പലപ്പോഴും നമ്മൾ ഹോമിയോപ്പതി ചികിത്സയ്ക്ക് വരുന്ന വന്ധ്യത ബാധിച്ച ദമ്പതികളെല്ലാവരും തന്നെ ബാക്കിയുള്ള സിസ്റ്റം ഓഫ് മെഡിസിൻസിലെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു വരുന്നവരാണ്. നമ്മൾ പറഞ്ഞ ഈ ടെസ്റ്റ് ട്യൂബ് ബേബി പോലെയുള്ള കാര്യങ്ങളോ ബാക്കിയുള്ള ലാപ്രോസ്കോപ്പി പോലെയുള്ള കാര്യങ്ങളോ എല്ലാം കഴിഞ്ഞു വരുന്നവരാണ്. പലപ്പോഴും ഹോമിയോപ്പതിയുടെ സ്കോപ്പ് ഈ പറഞ്ഞ ശാസ്ത്രശാഖകളെക്കാട്ടിലും വളരെ വലുതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗവൺമെൻറ് തലത്തിൽ ഹോമിയോപ്പതിയുടെ വന്ധ്യതാ ചികിത്സാ ആശുപത്രികൾ അല്ലെങ്കിൽ ക്ലിനിക്കുകൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ ധാരാളം ഡോക്ടർമാർ ഇത് നോക്കുന്നുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് ഹോമിയോപ്പതിക്കുള്ള സ്കോപ്പ് വളരെ വലുതാണെന്നുള്ളതാണ്. ഡോക്ടർ, ശരിക്കും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ വന്ധ്യത ഉണ്ടാവുന്നത്? വന്ധ്യതയ്ക്ക് സ്ത്രീക്കും പുരുഷനും കാരണങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ വന്ധ്യതയുടെ തോത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്. പലപ്പോഴും അത് സ്ത്രീകളുടെ ഒരു കംപ്ലൈൻറ്റ് കാരണമാണ് പലപ്പോഴും വന്ധ്യത ഉണ്ടാകുന്നത്, സ്ത്രീകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരെന്നുള്ള ഒരു ധാരണ ഇന്നും നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിലും നമ്മളൊരു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ സ്ത്രീക്കും പുരുഷനും ഈക്വലായിട്ടുള്ള പ്രാധാന്യമുള്ളത്. രണ്ടുപേരുടെയും വന്ധ്യതാ നിരക്ക് ഒരുപോലെയാണ് കാണുന്നത്. കാരണങ്ങളെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്കിപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് PCOD അല്ലെങ്കിൽ PCOS, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. അതുപോലെ തന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം, അണ്ടാശയത്തിലുണ്ടാകുന്ന ഒരു അസുഖമാണ്. അതുപോലെ തന്നെ ഫെല്ലോപ്പിയൻ ട്യൂബ്, അണ്ടവാഹിനി കുഴലിലുള്ള തടസ്സങ്ങൾ, അതുപോലെ ചിലതരം പോളിപ്പുകൾ, പിന്നെ ചിലതരം ആൻറ്റിബോഡികളുടെ സാന്നിധ്യം ബ്ലഡിലുണ്ടാവുക തുടങ്ങിയ കാരണങ്ങൾ സ്ത്രീകളിൽ പ്രധാനമായിട്ട്, അതുപോലെ ഗർഭാശയത്തിൽ കാണുന്ന ചിലതരം മുഴകൾ, എല്ലാ മുഴകളും അല്ല, ചിലതരം മുഴകളും സ്ത്രീ വന്ധ്യതയ്ക്ക് കാരണമാകുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും തന്നെയാണ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ബീജങ്ങളുടെ എണ്ണം, അതിൻ്റെ ചലനശേഷി, അതിൻ്റെ മോർഫോളജി, ഷേപ്പും സൈസും, അതുപോലെ തന്നെ ബീജത്തിനകത്ത് പഴുപ്പുണ്ടാവുക തുടങ്ങിയ അവസ്ഥകൾ, കൗണ്ടിൻ്റെ കുറവ്, കൗണ്ടിൻ്റെ ചലനശേഷിയിലെ കുറവ്, അതുപോലെ തന്നെ തീരെ കൗണ്ടില്ലാത്ത ഒരവസ്ഥയുണ്ട്, അതിന് അസൂസ്പെർമിയ എന്ന് പറയും. തുടങ്ങിയ കാരണങ്ങളാണ് പുരുഷന്മാരിൽ പറയുക. ഇത് കൂടാതെ നമ്മൾ പറയും വേറെ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം, നമ്മൾ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള അജ്ഞത തുടങ്ങി കുറേയധികം കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങി ധാരാളം കാരണങ്ങളുണ്ട്. ഓക്കെ,
ഇപ്പോൾ ഡോക്ടർ ഓൾറെഡി പറഞ്ഞു 2 കൂട്ടർക്കും തുല്യമായിട്ട് വരാവുന്ന ഒരു അസുഖമാണ് വന്ധ്യത എന്ന്, അല്ലേ? ശരിക്കും ഏത് സ്റ്റേജിലാണ് നമ്മൾ ഈ വന്ധ്യത എന്ന് പറയുന്നത്? നമ്മൾ സാധാരണഗതിയിൽ വിവാഹം കഴിഞ്ഞ് 1 വർഷം ഒരുമിച്ച് താമസിക്കുകയും നിരന്തരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടും കുട്ടികളുണ്ടാവാതെ വരുന്നൊരു അവസ്ഥയിൽ നമ്മൾ പലപ്പോഴും ടെസ്റ്റുകൾ നടത്തി നോക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം ഈ 1 വർഷം കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് പലപ്പോഴും ദമ്പതികളുടെ പ്രായം ഒരു 30 വയസ്സിൽ താഴെയാവുമ്പോൾ മാത്രമാണ്. 30 വയസ്സിൽ മേലെയാണെങ്കിൽ നമ്മൾ പലപ്പോഴും വിവാഹം കഴിഞ്ഞ് 1, 2, 3 മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ഈ വന്ധ്യതയുടെ കാരണങ്ങളെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കുറച്ച് കാരണങ്ങൾ, അല്ലേ? അതിൽ മെയിനായിട്ട് പറഞ്ഞാണ് PCOD. ഇപ്പോൾ ഒരുവിധം ആൾക്കാർക്ക് കണ്ടുവരുന്ന ഒരു അസുഖം കൂടിയാണ് PCOD, അല്ലേ? ശരിക്കും എന്താണ് ഈ PCOD? ഈ സ്ത്രീ വന്ധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് PCOD എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ട് തന്നെ PCOS എന്നാണ് പറയുക, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടം ലക്ഷണങ്ങളാണ്, അല്ലാതെ ഒരു പ്രത്യേക ഒരു അസുഖമല്ല. ഒരു കൂട്ടം ലക്ഷണങ്ങളുടെ ഒരു സമൂഹമാണ്, ലക്ഷണങ്ങളുടെ കൂട്ടമാണ് PCOS എന്ന് പറഞ്ഞാൽ അണ്ഡാശയത്തിലെ അണ്ടങ്ങൾ കൃത്യമായിട്ട് വളരാതെ അണ്ടത്തിൻ്റെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ, അതായത് ഫോളിക്കിൾസ് നിറഞ്ഞു നിൽക്കുക. ഒരു 15ൽ കൂടുതൽ ഫോളിക്കിളുകൾ ഒരു അണ്ഡാശയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ വലിപ്പം ഒരു 10 മില്ലിമീറ്റർ സൈസിൽ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാതെ വരുമ്പോൾ അതിന് നമ്മൾ PCOD എന്ന് പറയും. പലപ്പോഴും ഒരു അണ്ഡാശയത്തിലെ അണ്ടങ്ങളുടെ വലിപ്പം ഒരു 18 മില്ലിമീറ്റർ ആകുമ്പോഴാണ് അത് ഓവുലേഷൻ നടക്കുക, അല്ലെങ്കിൽ റപ്ചർ ആവുക, അത് പൊട്ടി ഓവുലേഷൻ നടക്കുക. ഇത് 18 മില്ലിമീറ്റർ ആവാതെ 10 മില്ലിമീറ്റർ സൈസിന് അപ്പുറത്തേക്ക് പോവില്ല. ആ കാണുന്ന ഒരു പാറ്റേണിനെയാണ് നമ്മൾ PCOD എന്ന് പറയുക. അതിൻ്റെ കൂടെ കാണുന്ന ബാക്കിയുള്ള ലക്ഷണങ്ങളാണ്, PCOSിലുള്ള ബാക്കിയുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് പലപ്പോഴും കണ്ടാലറിയാം. സ്ത്രീകൾക്ക് തടി വളരെ കൂടുതലായിട്ട് വരുന്നു, വയറ് നന്നായിട്ട് കൂടി വരുന്നു, മുഖത്ത് രോമ വളർച്ച വരുന്നു, അതുപോലെ കഴുത്ത്, കക്ഷം ഇവിടെയൊക്കെ നന്നായിട്ട് നമുക്ക് കറുപ്പ് നിറം കാണാം. പൊതുവേ ഇതൊക്കെയാണ് PCOSൻ്റെ ബാക്കിയുള്ള ലക്ഷണങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ പീരീഡ്സ് റെഗുലർ ആവില്ല, പീരീഡ്സ് കൃത്യസമയത്ത് വരില്ല, വളരെ ലേറ്റായിട്ട് വരിക, പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവാൻ ബുദ്ധിമുട്ട് വരിക തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് ഓവുലേഷൻ നടക്കാത്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് വന്ധ്യത ഉണ്ടാവുക. ഈ PCOD എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തെ പലപ്പോഴും നമ്മൾ ഇപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും അണ്ഡാശയത്തിൽ വെള്ളക്കെട്ടാണ്, നീർക്കെട്ടാണ്, ഫാറ്റ് ഡിപ്പോസിഷനാണ്, കുമിളയാണ്, തടിപ്പാണ്, മുഴയാണെന്നൊക്കെ പറഞ്ഞ സ്ത്രീകളുടെ ഇടയിൽ വലിയൊരു അബദ്ധധാരണകളുള്ള ഒരു അസുഖമാണ് ഈ PCOS എന്ന് പറഞ്ഞ, അല്ല PCOD എന്ന് പറഞ്ഞ സംഗതി. ഈ PCOD ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്ക് മറ്റുള്ള ചികിത്സാ ശാസ്ത്രങ്ങളിൽ ലാപ്രോസ്കോപ്പി പോലെയുള്ള കാര്യങ്ങളാണ് പറയുകയെങ്കിലും ഒരു 3 മാസത്തിന് അപ്പുറത്തേക്ക് അതിൻ്റെ ഫലം നിലനിൽക്കില്ല. കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു ഹോർമോണൽ ഇൻബാലൻസ് കാരണം വരുന്നൊരു അസുഖമാണ്. ഹോർമോണൽ ഇൻബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസുലിനാണ് നമുക്ക് ഷുഗർ വരുമ്പോൾ ഇൻസുലിൻ്റെ പ്രശ്നം കാരണമെന്ന് അറിയാമല്ലോ. ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണും ഗ്ലൂക്കോസും കൂടിയിട്ട് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ സെല്ല് ഇതിനെ തടയും. അതിനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പറയും. സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ വരുമ്പോൾ ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ആ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമായിട്ട് പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുകയും പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് LH എന്ന് പറഞ്ഞ ഓവുലേഷന് സഹായിക്കുന്ന ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാതെ വരികയും ചെയ്യും. ഇതാണ് PCODയുടെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള അതിൻ്റെ കാരണം. ഈ കാരണത്തെ മാറ്റാതെ നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയറുകൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഇത് ചെയ്ത് ഒരു സർജറിയോ മറ്റോ ചെയ്ത് ഒരു 3 മാസത്തിനുള്ളിൽ വീണ്ടും പഴയ പോലെ വരും. നേരെ മറിച്ച് ഹോമിയോപ്പതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോർമോണൽ ഇൻബാലൻസ് കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻ കഴിക്കുക, പീരീഡ്സ് നോർമൽ ആവുക എന്നുള്ളതിനുപരിയായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള അണ്ടത്തിനെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബീജസങ്കലനത്തിനെ സഹായിക്കും. ആ ഹെൽത്തി ആയിട്ടുള്ള അണ്ടം ഉൽപ്പാദിപ്പിക്കലാണ് ഹോമിയോപ്പതിയിൽ പ്രധാനമായിട്ടും നമ്മൾ മെഡിസിനിലൂടെ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എല്ലാ ഇതിലും പറയുന്ന പോലെ തന്നെ അതിൻ്റെ നമ്മൾ വെയിറ്റ് റിഡക്ഷൻ വേണം, തടി കുറയ്ക്കാനുള്ള സംഗതികൾ വേണം, എക്സർസൈസ് വേണം. അതുപോലെ നമ്മൾ ഡയറ്റ്, നമ്മൾ ഭക്ഷണ രീതികളിൽ വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ് ഈ PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലപ്പോഴും നമുക്ക് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ ഒരു തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നു. തടി കുറയ്ക്കാനായിട്ട് ഡോക്ടറെ ഞാൻ ചപ്പാത്തിയാണ് ഇപ്പോൾ കഴിക്കുന്നത്, ചോറ് കഴിക്കണില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും പേഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നാൽ പഞ്ചാബികളെല്ലാം തടി കുറഞ്ഞ സ്ലിം ബ്യൂട്ടികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ചപ്പാത്തി ആണെങ്കിലും ചോറാണെങ്കിലും കപ്പയാണെങ്കിലും ബ്രെഡാണെങ്കിലും എല്ലാം കാർബോഹൈഡ്രേറ്റാണ്. ഈ കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ, എണ്ണമയുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തടി കൂടും. ഇതിൻ്റെ ഇൻടേക്ക് കുറച്ചിട്ട്
കാർബോഹൈഡ്രേറ്റിന് കുറച്ച് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ് കഴിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടും കടലയെന്ന് പറയണവരും കടലയും പുട്ടും കഴിക്കാൻ നോക്കുക. കഞ്ഞിയും പയറെന്ന് പറയുന്നതിനും പയറും കഞ്ഞിയും കഴിക്കുക. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. പൊതുവേ നമ്മളെല്ലാവരും പറയും നമ്മൾ ഈ ബ്രോയിലർ ചിക്കൻ, എഗ്ഗ്, അതുപോലെ തന്നെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, ഇതിലെല്ലാം ധാരാളം ഹോർമോൺസിൻ്റെ സാന്നിധ്യം പറയപ്പെടുന്നു. അങ്ങനെ ഹോർമോൺസിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കുന്നത് ഈ പറഞ്ഞ PCOS എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ PCOD എന്ന് പറഞ്ഞ കാര്യത്തിന് എൻ്റെ പ്രോഗ്രസ് തടയാൻ വളരെ നല്ലതായിട്ട് ഇതൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ 3 നേരം കഴിക്കണ ഭക്ഷണം, നമ്മൾ പറഞ്ഞല്ലോ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു. ഈ 3 നേരം കഴിക്കണ ഭക്ഷണം 6 നേരമൊക്കെ കഴിക്കുക. എന്ന് പറഞ്ഞാൽ രാവിലെ 4 ഇഡ്ഡലിയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും എല്ലാവരും എന്താ ചെയ്യുക, ജോലിക്ക് പോകുന്നതിന് മുമ്പ് അതുണ്ടാക്കി അപ്പോൾ തന്നെ നിന്നുകൊണ്ട് തിന്ന് ഓടിപ്പോകുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് എല്ലാവർക്കും. അത് മാറ്റിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പോൾ തന്നെ ഒരു 2 എണ്ണം കഴിക്കുക. പിന്നെ ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞാൽ 2 എണ്ണം കഴിക്കുക. ജോലിക്ക് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് ഉച്ചയ്ക്കുള്ള ഡയറ്റ് 2.5 മണിക്കൂർ ഗ്യാപ്പിട്ട് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വീട്ടിലിരിക്കുന്ന സമയത്ത് 2.5 മണിക്കൂർ ഗ്യാപ്പിട്ട് കഴിക്കുക. വൈകിട്ടുള്ള ഭക്ഷണം 2.5 മണിക്കൂർ ഗ്യാപ്പിട്ട് കഴിക്കുക. അപ്പോൾ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ 5 പ്രാവശ്യമായിട്ടും അല്ലാത്ത സമയങ്ങളിൽ ഒരു 6 പ്രാവശ്യമായിട്ടും ഭക്ഷണം 2.5 മണിക്കൂറിട്ട് ഗ്യാപ്പിൽ കഴിക്കുകയാണെങ്കിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിന് ഒരു പരിധിവരെ നമുക്ക് ഒരു മാറ്റം ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു PCODയുടെ കുറച്ച് ലക്ഷണങ്ങൾ സ്ത്രീകളിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ രോമ വളർച്ച എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഭക്ഷണ രീതികളും പറഞ്ഞു. ശരിക്കും ഏത് ഏജ് തൊട്ടാണ് നമ്മളിത് ശ്രദ്ധിക്കാൻ തുടങ്ങേണ്ടത്? ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് പലപ്പോഴും നമ്മളൊരു 10-12 വയസ്സാവുന്ന പെൺകുട്ടികളുടെ ആ ഒരു പ്രായം ഉണ്ടല്ലോ, കുട്ടികൾ പ്രായമാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പീരീഡ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിച്ചു തുടങ്ങണം. പീരീഡ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുട്ടികളെ ശ്രദ്ധിച്ചറിയാം. ഇപ്പോഴുള്ള മിക്കവാറും കുട്ടികൾ ഓവർ വെയിറ്റ് ആണ്, തടി വളരെ കൂടുതൽ, വയറ് നന്നായിട്ട് ചാടി നിൽക്കണു. പ്രത്യേകിച്ച് കുട്ടികളുടെ കഴുത്തിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കളർ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ കുട്ടികളെ ഡയറക്റ്റ് ചെയ്യണം എക്സർസൈസ് ചെയ്യാനായിട്ടും. ഭക്ഷണ രീതികളൊന്നും നമുക്ക് കുഞ്ഞുങ്ങളോട് കുറയ്ക്കാനോ നിർത്താനോ ഒന്നും പറയാൻ പറ്റില്ല. കളിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ഓവറായിട്ടുള്ള ഫാറ്റ് ഡിപ്പോസിഷൻ കുറയും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഡയറ്റ് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു ക്വാണ്ടിറ്റി ഒരുമിച്ച് കഴിക്കുന്നതിന് പകരം ഇടവിട്ട് കഴിക്കാനുള്ള ഒരു സംഗതി. ഏകദേശം ഒരു 10-12 വയസ്സാകുമ്പോൾ പ്രായപൂർത്തിയാവുന്ന സമയത്ത് തന്നെ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങൾ പ്രായമായി കഴിഞ്ഞു, പിന്നെ പീരീഡ്സ് റെഗുലർ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്യുക ഈ പീരീഡ്സ് ആയില്ലെങ്കിൽ 21 ദിവസം കഴിക്കാനുള്ള കോൺട്രാസെപ്റ്റീവ് പിൽസ് പോലെയുള്ള ടാബ്ലറ്റാണ് പലപ്പോഴും നമ്മൾ ചെയ്യുക. അതിൻ്റെ ചികിത്സ എത്രത്തോളം ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്യണത്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഡയറ്റും ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കുഞ്ഞിനോട് ഇത് അസുഖം എന്ന പാരൻസിനെ നമ്മൾ ബോധ്യപ്പെടുത്തുകയും കൂടി ചെയ്താൽ മാത്രമേ നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഗുളിക കഴിക്കണു, പീരീഡ്സ് റെഗുലർ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും അസുഖം മാറിയിട്ടാണ് പീരീഡ്സ് റെഗുലർ ആവണമെന്ന്. പലപ്പോഴും അസുഖം മാറല്ല, ഓവുലേഷൻ ഇല്ലാത്തതാണ് PCODയുടെ കാരണമെങ്കിൽ ഓവുലേഷൻ ഇല്ലാതിരിക്കുക തന്നെയാണ് ഈ ഗുളിക കഴിക്കുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഒരു മാറ്റം വരുത്തിയിട്ട് നമ്മൾ ഡയറ്റും ബാക്കിയുള്ള കാര്യങ്ങളും കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ PCOD പോലെ തന്നെ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് എൻഡോമെട്രിയോസിസ്. എന്താണ് ശരിക്കും എൻഡോമെട്രിയോസിസ്? അതുപോലെ തന്നെ അതിൻ്റെ ചികിത്സാ രീതികൾ, ഹോമിയോപ്പതിയിലെ അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻഡോമെട്രിയം, ഇത് യൂട്രസ് ആണെങ്കിൽ യൂട്രസിൻ്റെ ഏറ്റവും ആഘോഷത്തെ ഒരു കോട്ടിങ് അല്ലെങ്കിൽ ആഘോഷത്തെ ഭിത്തിയിലുള്ള സെൽസിനെ അല്ലെങ്കിൽ ടിഷ്യൂസിനെ പറയുന്ന പേരാണ് എൻഡോമെട്രിയൽ ടിഷ്യൂ. എൻഡോമെട്രിയൽ ടിഷ്യൂ എപ്പോഴും നമ്മുടെ ഹോർമോൺസിൻ്റെ പ്രവർത്തനം അനുസരിച്ച് മെൻസസ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാക്കാൻ കഴിവുള്ളതും അതുപോലെ തന്നെ അവിടുത്തെ സെൽസിനെ ഫ്ലറിഷ് ചെയ്ത് നമ്മളൊരു അണ്ടം ബീജസങ്കലനം നടന്നു വരുന്ന ഭ്രൂണത്തെ സ്വീകരിക്കാനായിട്ട് ഒരുക്കങ്ങൾ നടത്തുന്നതുമായിട്ടൊരു സെൽസാണ്. അപ്പോൾ പീരീഡ്സ് നമ്മൾ ഓവുലേഷൻ നടക്കുമ്പോൾ തന്നെ അവിടെ ഈ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. ഏകദേശം ഒരു 14th ഡേ കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് എൻഡോമെട്രിയൽ തിക്നെസ് ഒക്കെ കറക്റ്റായിട്ട് വന്ന് അവിടെ ഒരു ആളെ ഒരു അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്ന സെൽസാണിത്. ഈ സെൽസ് ഓവുലേഷൻ നടന്നില്ലെങ്കിൽ, ഓവുലേഷൻ നടക്കുകയല്ല, നമ്മൾ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ, ബീജസങ്കലനം നടന്ന് ഒരു ഭ്രൂണം ഉണ്ടായില്ലെങ്കിൽ ഈ എൻഡോമെട്രിയൽ സെൽസിനെ പുറത്തോട്ട് ഒലിപ്പിച്ച് കളയണതിനെയാണ് നമ്മൾ പീരീഡ്സ് എന്ന് പറയാം. അപ്പോൾ ഈ പ്രോസസ്സ് നടത്താൻ കഴിവുള്ള സെൽസാണിത്. ഈ സെൽസ് നമ്മുടെ ശരീരത്തിൻ്റെ വേറെ എവിടെയും ഉണ്ടാവാൻ പാടില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ ഉമിനീർ ഗ്രന്ഥിയുടെ സ്ഥാനം വായ്ക്കകത്താണ്.
ഈ ഉമിനീർ ഗ്രന്ഥിയുടെ ആ സെൽസ് നമ്മുടെ കണ്ണിനകത്ത് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കാണുമ്പോൾ കണ്ണെന്നും വായിന്നും വെള്ളം വരും എന്ന് പറഞ്ഞ മാതിരി ഈ സെൽസ് നമ്മുടെ അണ്ടാശയത്തിനകത്തോ ഫെല്ലോപ്പിയൻ ട്യൂബിനകത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ പെരിട്ടോണിയം എന്ന് പറഞ്ഞ വയറിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് കാണുകയും ചെയ്ത് കഴിഞ്ഞാൽ മെൻസസ് ആകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുന്ന പോലെ തന്നെ ഈ അണ്ടാശയത്തിനകത്തും ബ്ലീഡിങ് ഉണ്ടാവും. ഈ ബ്ലഡിന് പുറത്തോട്ട് വരാനുള്ള വഴിയില്ല, അതവിടെ കെട്ടിക്കിടക്കുകയും അതിലൊരു കോട്ടിങ് ഉണ്ടാവുകയും അതൊരു ഓരോ മാസം അതിൽ ബ്ലഡ് ആഡ് ചെയ്ത് അതിൻ്റെ സൈസ് വർദ്ധിക്കുകയും ആ ഒരു 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 തടിപ്പ് പോലെയുള്ള തടിപ്പിനെ നമ്മൾ പറയുന്നത് എൻഡോമെട്രിയോമ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിസ്റ്റ്. ഇതിൻ്റെ കളർ ഏകദേശം ചോക്ലേറ്റിൻ്റെ പോലെ ഇരിക്കണം, കാരണം ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയും. അല്ലെങ്കിൽ അതിനെ നമ്മൾ യൂട്രസിൻ്റെ ഭിത്തിയുടെ ഉള്ളിൽ വരാം. യൂട്രസിൻ്റെ ഭിത്തിയുടെ ഉള്ളിൽ വരുമ്പോൾ അതിന് അഡിനോമയോസിസ് എന്ന് പറയും. ഇത് നമ്മൾ ട്യൂബിനകത്ത് വന്നാൽ ട്യൂബൽ ബ്ലോക്കേജ് ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ അഡിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിച്ചേരലുകൾ, യൂട്രസും അണ്ടാശയവും ഒക്കെ കൂടി ഒട്ടിച്ചേരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ എൻഡോമെട്രിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്നൊരു എക്സിഡേറ്റ് ഉണ്ടാവും. ഇതിന്നൊരു ഒരു ഒരു ദ്രാവകം പോലെ വെള്ളം പോലെ ഒരു സംഗതി വന്ന് അത് എൻഡോമെട്രിയൽ എക്സിഡേറ്റ് ഉണ്ടെങ്കിൽ പലപ്പോഴും അത് ഈ ഫെർട്ടിലൈസ് ചെയ്ത അണ്ടത്തിനെ വാഷ് ചെയ്ത് കളയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എൻഡോമെട്രിയൽ ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് വന്ധ്യതയ്ക്ക് കാരണമാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഡോക്ടർ, ശരിക്കും എന്താണ് ഈ എൻഡോമെട്രിയോസിസ് എന്ന് നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ, എന്തൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇങ്ങനൊരു അസുഖമുണ്ട് എന്നുള്ളത്? കാരണങ്ങളെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ഒരു ധാരണയില്ലെങ്കിലും പലപ്പോഴും പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എൻഡോമെട്രിയൽ സെൽസ് നമ്മൾ ഒരു കുഞ്ഞ് ഡെവലപ്പ് ചെയ്ത് യൂട്രസ് ഓവറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ മുള്ളേറി ഇൻഡക്ട് എന്ന് പറഞ്ഞൊരു സംഗതിയിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരിക. അപ്പോൾ കുറച്ച് സെൽസ് എൻഡോമെട്രിയലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെൽസ് നമ്മുടെ ഓവറിയുടെ അടുത്ത് വന്ന് വധിക്കുകയോ അല്ലെങ്കിൽ പീരീഡ്സ് ആകുമ്പോൾ ഒരു ബാക്ക് ഫ്ലോ ഉണ്ടായിട്ട് ബ്ലഡ് നമ്മൾ ഈ പറഞ്ഞ ട്യൂബിനകത്തൂടെ കയറിയോ ഓവറിയുടെ അവിടെ വരുന്നതിൻ്റെ ഭാഗമായിട്ടോ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ കാരണമോ കുറേയധികം കാരണങ്ങൾ പറയേണ്ടതെങ്കിലും ഒന്നും ഇതുകൊണ്ടാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് പലപ്പോഴും പല ടെക്സ്റ്റിലും നമുക്ക് കാണാനില്ല. ഈ എൻഡോമെട്രിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖത്തിലെ പ്രധാനമായിട്ടും ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ചെറുപ്പത്തിലെ നമുക്ക് ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു അവബോധം ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും പല സ്ത്രീകൾക്കും പീരീഡ്സ് ആകുമ്പോൾ വളരെ സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും, വളരെ വേദനയുണ്ടാവും. വേദനയോടൊപ്പം തന്നെ നമുക്ക് ഛർദ്ദിക്കാൻ വരിക, ഛർദ്ദിലുണ്ടാവുക, തലവേദന ഉണ്ടാവുക, അതുപോലെ തന്നെ നമുക്ക് ചിലർക്ക് തലകറങ്ങുക തുടങ്ങി കുറേയധികം ലക്ഷണങ്ങളുണ്ട്. പലപ്പോഴും പല സ്ത്രീകളും അത് അമ്മയ്ക്കുള്ള കാരണം എനിക്കും വന്നു അങ്ങനെ ഉള്ള ഒരു കോമൺ ആയിട്ട് എല്ലാവരും അത് വളരെ നിസ്സാരമായിട്ട് കണക്കാക്കി എന്തെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു ഗുളിക വാങ്ങിച്ച് കഴിച്ച് ഒരു ദിവസം റെസ്റ്റ് എടുത്ത് മാറ്റുക ചെയ്യുക. അപ്പോൾ അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു സ്കാനിങ് എടുത്ത് അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഈ എൻഡോമെട്രിയോസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എൻഡോമെട്രിയോസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനുള്ള ചികിത്സകൾ ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം മാറ്റങ്ങളുണ്ടാവും. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സിവിയർ പെയിൻ, നമ്മൾ പീരീഡ്സ് ആകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറത്തേക്കുള്ള വേദന, ചിലപ്പോൾ ഛർദി ഉണ്ടാവാം, തലവേദന ഉണ്ടാവാം, ബാക്കിയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ ക്ലോട്ട്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വിവാഹശേഷമുള്ള സ്ത്രീകളിലാണെങ്കിൽ ബന്ധപ്പെടുമ്പോഴുള്ള വേദന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും എൻഡോമെട്രിയോസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം. അതുപോലെ നമ്മുടെ ബ്ലഡിൽ CA-125 എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതലായിരിക്കും. അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും അറിയാൻ പറ്റുമെങ്കിലും ഇതും കൂടെ ചെയ്ത് നോക്കി നമുക്ക് ഉറപ്പ് വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണ രീതികളിൽ പലപ്പോഴും നമ്മൾ ഈ നീർക്കെട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളെന്ന് പറയുന്ന ഒരു എൻഡോമെട്രിയോസിനെതിരായിട്ട് വർക്ക് ചെയ്യുന്ന ഭക്ഷണങ്ങളെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഗോതമ്പ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ കാപ്പി, ബീഫ്, ചോക്ലേറ്റ് തുടങ്ങിയവയുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഉണ്ടെങ്കിൽ എൻഡോമെട്രിയോസിൻ്റെ സെൽസിനെ അത് ഫ്ലറിഷ് ചെയ്യാൻ സഹായിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, പിന്നെ കുറച്ചും കൂടി മനസ്സൊന്ന് റിലാക്സ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെയിൻ കുറയ്ക്കാൻ സഹായിക്കും. ഹോമിയോപ്പതിയിൽ ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഈ എൻഡോമെട്രിയൽ സെൽസ് യൂട്രസിൻ്റെ പുറത്ത് വരുന്ന അവസ്ഥയ്ക്കാണ് ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഈ എക്സ്ട്രാ എൻഡോമെട്രിയൽ സെൽസിനെ ഡീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹോമിയോപ്പതിയുടെ പ്രവർത്തനം. അപ്പോൾ ഹോമിയോപ്പതിക് മരുന്നുകൾ നമ്മളെപ്പോഴും ഓരോ വ്യക്തിക്കനുസരിച്ചുള്ള മരുന്നുകളാണ്. ഒരു വ്യക്തിക്കുള്ള മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആ വ്യക്തിയുടെ സ്വഭാവ രീതികൾ, ഭക്ഷണ രീതികൾ, അയാളുടെ മൂഡ് ചേഞ്ചസ്, അതുപോലെ തന്നെ പീരീഡ്സ് ആകുമ്പോൾ ഈ പറഞ്ഞ പെയിൻ, എപ്പോഴാണ് പെയിൻ, രാത്രിയാണോ പകലാണോ കൂടുതൽ, അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ നേച്ചർ, അതായത് നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടോ, കുറച്ച് ബ്ലീഡിങ് ഉണ്ടോ
തുടങ്ങി കുറേ അതായത് കുറേയധികം കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഹോമിയോപ്പതിയിൽ ഒരു മരുന്ന് എഴുതുക. ഓക്കെ. പലപ്പോഴും ഈ ഒരു സെലക്ഷൻ പലപ്പോഴും വരുന്നത് ആ പേഷ്യൻ്റെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീൻസിൻ്റെ ഔട്ട്വേർഡ് എക്സ്പ്രഷൻസ് ആണ്. ഓരോരുത്തരെയും പ്രത്യേകത അല്ലെങ്കിൽ ഓരോരുത്തരെയും ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞ് ആ രീതിയിലുള്ള സിംറ്റംസ് കൺസിഡർ ചെയ്തിട്ടാണ് ഹോമിയോപ്പതിയിൽ നമ്മൾ മെഡിസിൻ കൊടുക്കുക. ആ മെഡിസിൻസ് നമ്മൾ സാധാരണഗതിയിലൊരു 4 മാസം മുതൽ 8 മാസം വരെയൊക്കെ കഴിക്കേണ്ടി വരും. ഒരു 4 മാസം കഴിഞ്ഞ് സ്കാനിങ് എടുക്കുമ്പോൾ ഒട്ടുമൊക്കെ അതിനും നമുക്ക് വലിപ്പം കുറവോ അല്ലെങ്കിൽ വളർച്ച കൂടാതെ ഇരിക്കും. 1-2 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ പെയിനും ബാക്കിയുള്ള കാര്യങ്ങളും കുറയും. വരുന്ന എല്ലാ കേസിലും അല്ല കേട്ടോ, ഒരു നല്ലൊരു ശതമാനം കേസിൽ, എല്ലാ കേസുകളും ക്യൂർ ചെയ്യാൻ ആർക്കും പറ്റില്ല, നല്ലൊരു ശതമാനം കേസിലും നമുക്ക് മാറ്റങ്ങൾ കാണാറുണ്ട്. ഇതുപോലെ തന്നെയുള്ള ഒരു അസുഖം തന്നെയാണ് ഫൈബ്രോയിഡ് അല്ലെ, ചെറിയ ചെറിയ മുഴകൾ. എല്ലാ മുഴകളും നമുക്ക് ഇങ്ങനെ ഫൈബ്രോയിഡ് ആണ് എന്നുള്ളത് പറയാൻ പറ്റുമോ? ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരുപദ്രവകാരിയായിട്ടുള്ള മുഴകളെയാണ് പലപ്പോഴും നമ്മൾ ഫൈബ്രോയിഡ്സ് എന്ന് പറയുക. കുഴപ്പക്കാരായിട്ടുള്ള മുഴകളാകുമ്പോൾ നമുക്കത് മാലിഗ്നൻ്റ് ആയിട്ടുള്ള ട്യൂമറുകൾ എന്ന് പറയും. അതിൻ്റെ വളർച്ച വളരെ ത്വരിതഗതിയിലായിരിക്കും. അപ്പോൾ അതും നമ്മൾ ഈ ഫൈബ്രോയിഡും തമ്മിൽ പലപ്പോഴും ബന്ധമില്ലാത്തൊരു സംഗതിയാണ്. ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭാശയത്തിൻ്റെ 2-3 സ്ഥലത്ത് ഇത് വരാം. ഗർഭാശയ ഭിത്തിയിലുണ്ടാവാം. അതിനെ നമ്മൾ പലപ്പോഴും മയോമ എന്ന് പറയും. അതായത് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്നോ മയോമ എന്ന് പറയും. മസിലിൻ്റെ ഉള്ളിലുള്ള ഫൈബ്രോയിഡുകളാണ്. അത് പലപ്പോഴും വലിയ വലിപ്പം കൂടുതലുള്ളതാണെങ്കിൽ മാത്രമേ അത് നമ്മൾ ഒരു ഫെർട്ടിലിറ്റിയെ അല്ലെങ്കിൽ വന്ധ്യതയ്ക്ക് കാരണമായി തീരാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ യൂട്രസിൻ്റെ പുറത്ത്, ഇത് യൂട്രസ് ആണെങ്കിൽ ഇതിൻ്റെ പുറത്ത്, അതിന് നമ്മൾ സബ് സീറസ് ഫൈബ്രോയിഡ് എന്ന് പറയും. ഈ സബ് സീറസ് ഫൈബ്രോയിഡും പലപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമാവാറില്ല. പക്ഷേ ആ വലിപ്പം വളരെ കൂടുതലാണെങ്കിൽ പലപ്പോഴും കാരണമാവാം. അതുപോലെ തന്നെ യൂട്രസിൻ്റെ അകത്ത് സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ് എന്ന് പറയും. യൂട്രസ് ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്താണെങ്കിൽ പലപ്പോഴും അത് നമ്മൾ വന്ധ്യതയ്ക്ക് കാരണമാവും. ഈ സബ് മ്യൂക്കസ് ഫൈബ്രോയിഡും പോളിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ദശ പോലെയുള്ള സാധനങ്ങളും പലപ്പോഴും ഒരു നമ്മളൊരു കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ഉള്ളിൽ വെച്ച മാതിരി, ഒരു കോപ്പർട്ടിയൊക്കെ വെച്ച മാതിരി വർക്ക് ചെയ്യുന്ന പറയാം. അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസേഷനെ അത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. വലിയ മുഴകളുണ്ടായി നമ്മൾ ഫെല്ലോപ്പിയൻ ട്യൂബിലോട്ടുള്ള കവാടം അടയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ കുഞ്ഞിന് വളരാനുള്ള ഒരു സാഹചര്യം യൂട്രസിനകത്ത് ഇല്ലാത്ത സന്ദർഭങ്ങളിലോ മാത്രമേ ഇത് വന്ധ്യതയ്ക്ക് കാരണമാവാറുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ നമ്മളീ പറഞ്ഞ സബ് സീറസ് ഫൈബ്രോയിഡും ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡും ഒന്നും വന്ധ്യതയ്ക്ക് കാരണമാവാറില്ല. ഇതിലും ഹോമിയോപ്പതി മരുന്നിലൂടെയാണ് ചികിത്സ. മരുന്നിലൂടെയുള്ള ചികിത്സകൾ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു 4 മാസം മുതൽ 8 മാസം വരെ മരുന്ന് കഴിച്ചാൽ പല ഫൈബ്രോയിഡുകളും മാറിക്കിട്ടാറുണ്ട്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന മാതിരി പല ഫൈബ്രോയിഡ് എന്നാണ് വരുന്ന എല്ലാ കേസുകളും നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം ഹോമിയോപ്പതി എപ്പോഴും നമ്മൾ പറഞ്ഞു ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ചാണ് മരുന്ന്, അല്ലാതെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മരുന്ന് എല്ലാവർക്കും ഒരേ കോമൺ ആയിട്ടുള്ള മരുന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ആ ഇൻഡിവിജ്വാലിറ്റി ട്രേസ് ചെയ്യാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ ചില മരുന്നുകൾ ചിലർ ആക്ട് ചെയ്യാതിരിക്കാൻ ഒക്കെ സാധ്യതയുണ്ട്. വരുന്നൊരു നല്ല ശതമാനം കേസുകളും പലപ്പോഴും എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞു വരുന്നതാണ്. അതിൽ പലപ്പോഴും നമുക്ക് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാറുണ്ട്. ഡോക്ടർ, അതുപോലെ ട്യൂബ് ബ്ലോക്കേജ് എന്നുള്ളത് ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരിക്കും എന്താണ് ഈ ട്യൂബ് ബ്ലോക്കേജ്? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ട്യൂബ് എന്ന് നമ്മൾ സാധാരണക്കാർ പറയുന്നതിൻ്റെ അർത്ഥം പലപ്പോഴും ഫെല്ലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള അണ്ടവാഹിനി കുഴലിലെ തടസ്സങ്ങൾ, അണ്ടവാഹിനി കുഴലിലുള്ള ബ്ലോക്കേജാണ്. അണ്ടവാഹിനി കുഴലാണ് നമ്മുടെ യൂട്രസിനെയും അണ്ടാശയത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്യൂബ്. അപ്പോൾ അതിലെങ്ങനെയാണ് ഈ ബ്ലോക്കേജ് ഉണ്ടാവുന്നത്? ഫെല്ലോപ്പിയൻ ട്യൂബ് ബ്ലോക്കേജ് പലപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അണ്ടവും ബീജവും തമ്മിൽ കൂടിയോജിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലം, അല്ലെങ്കിൽ അണ്ടവും ബീജവും തമ്മിൽ കൂടിയോജിക്കുന്ന സ്ഥലമാണ് ഫെല്ലോപ്പിയൻ ട്യൂബ്. നമ്മുടെ അണ്ടാശയത്തിലുണ്ടാകുന്ന അണ്ടങ്ങൾ അവിടുന്ന് ഈ ഫെല്ലോപ്പിയൻ ട്യൂബിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗത്ത് കൈ പോലെയുള്ള ഒരു സ്ട്രക്ചറുണ്ട്, ഫിംബ്രിയൽ എൻഡ് എന്ന് പറയും. ഈ ഫിംബ്രിയൽ എൻഡിൽ നിന്ന് ഈ അണ്ടങ്ങൾ അത് പിക്ക് ചെയ്ത് ഫെല്ലോപ്പിയൻ ട്യൂബിനകത്ത് വരുമ്പോൾ ബീജങ്ങൾ യൂട്രസിനകത്തുനിന്ന് ഫെല്ലോപ്പിയൻ ട്യൂബിനകത്ത് പ്രവേശിക്കുകയും അവിടെ വെച്ച് ബീജസങ്കലനം നടക്കുകയാണ് ചെയ്യുന്നത്. ഈ ട്യൂബിനകത്തുള്ള ബ്ലോക്കേജ് തീർച്ചയായിട്ടും വന്ധ്യതയ്ക്ക് കാരണമാവും. ഒന്നുകിൽ അത് ഡിസ്റ്റൽ എൻഡിലായിരിക്കാം, ട്യൂബിൻ്റെ ഏറ്റവും അറ്റത്തുള്ള സ്ഥലത്തായിരിക്കാം ബ്ലോക്കേജ്. അങ്ങനെ ആകുമ്പോൾ അണ്ടത്തിനെ ഇത് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ പ്രോക്സിമൽ എൻഡിലാണെങ്കിലും ഈ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവും. പ്രോക്സിമൽ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിൻ്റെ തുടക്ക ഭാഗത്ത്. ഇപ്പോൾ ഇതിനുള്ള കാരണങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാകുന്ന പല അസുഖങ്ങൾ, ഇപ്പോൾ ടി ബി പോലെയുള്ള അസുഖങ്ങൾ, ചെറുപ്പകാലങ്ങളിൽ ഉണ്ടാകുന്ന ടി ബി പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് പല കാര്യങ്ങളിലും ഉണ്ട്. അതുപോലെ ക്ലമീഡിയ ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ PID പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പകാലങ്ങളിലോ അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ വയറിനുണ്ടാകുന്ന ക്ഷതങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് അത് ഹീൽ ചെയ്യുമ്പോൾ, അതായത് പൊറുക്കുമ്പോൾ, അസുഖം പൊറുക്കുമ്പോൾ ഈ ട്യൂബർക്കുലോസ് ആയാലും ബാക്കി പറഞ്ഞ കാര്യങ്ങളായാലും അത് പൊറുക്കുമ്പോൾ ഉണ്ടാകുന്ന വടുക്കൾ, അതായത് സ്കാർ ടിഷ്യൂ, ഈ സ്കാർ ടിഷ്യൂസാണ് പലപ്പോഴും ഈ ഈ ഈ ഈ ബ്ലോക്കേജിന് കാരണമാകുന്നത്. ഈ ട്യൂബിനകത്ത് സീലിയാസ് ഉണ്ട്. സീലിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രോമം പോലെയുള്ള ഭാഗങ്ങൾ, ഈ രോമം പോലെയുള്ള ഭാഗങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് അണ്ഡം നമ്മുടെ ഈ അണ്ഡാശയത്തു നിന്ന് പിക്ക് ചെയ്തിട്ട് ഫെല്ലോപ്പിയൻ ട്യൂബിൻ്റെ മധ്യഭാഗത്തേക്ക് വരുന്നതും അതുപോലെ തന്നെ ബീജത്തിനെ തുഴഞ്ഞ അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തുന്നത്. ഈ പ്രവർത്തനവും അല്ലെങ്കിൽ ഈ സീലിയാസും ഈ പറഞ്ഞ അസുഖങ്ങൾ കാരണം നശിക്കാം. അതും ഈ പറഞ്ഞ അണ്ഡത്തിൻ്റെയും ബീജത്തിൻ്റെയും മൂവ്മെൻറ്റിനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും നമുക്ക് വന്ധ്യത ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ട്യൂബിലും ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ബൈലാറ്ററൽ ബ്ലോക്കേജ് എന്ന് പറഞ്ഞാൽ രണ്ട് ട്യൂബുണ്ട് നമുക്ക്. ബൈലാറ്ററൽ ട്യൂബ് ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ പലപ്പോഴും കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത 100% തന്നെ ഇല്ല. ഒരു ട്യൂബിനാ ബ്ലോക്കേജ് എങ്കിൽ നമുക്ക് 50% ഉണ്ട്. പലപ്പോഴും നമ്മൾക്ക് ഈ ട്യൂബൽ ബ്ലോക്കേജാണെന്ന് അറിയാനായിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു ലക്ഷണങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു സംഗതി. അപ്പോൾ ആ ട്യൂബൽ ബ്ലോക്കേജ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ പലപ്പോഴും നമ്മൾ 1-2 വർഷം ചികിത്സ വന്ധ്യതയ്ക്ക് എടുത്തിട്ട് ഗുണഫലം കാണാതാവുമ്പോൾ നമ്മൾ ഒരു എക്സ്റേ എടുത്ത് നോക്കുമ്പോഴാണ് നമുക്കിതറിയാം. അല്ലെങ്കിൽ പാർഷ്യലായിട്ടുള്ള ബ്ലോക്കേജുള്ള ചില ആൾക്കാരുണ്ട്, അതായത് കുറച്ച് ചെറിയൊരു ഭാഗം മാത്രം ട്യൂബിൻ്റെ തുറന്നിരിക്കും. അങ്ങനെയുള്ളതാണ് ഏറ്റവും അപകടം പിടിച്ച അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീജം വളരെ ചെറുതായ കാരണം ബീജം ആ ദ്വാരത്തിൽ കൂടെ ഇപ്പുറത്തേക്ക് എൻ്റർ ചെയ്യും. എന്നിട്ട് അണ്ഡവുമായിട്ട് കൂടി യോജിക്കുകയും അത് ഭ്രൂണമായി തീരുകയും ചെയ്ത് ഈ അണ്ഡത്തിൻ്റെ സൈസ് നമുക്കറിയാം ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ വലിപ്പമാകുമ്പോഴാണ് നമ്മൾ ഓവുലേഷൻ നടക്കുക. അപ്പോൾ ഇതുമായിട്ട് കൂടി യോജിക്കുമ്പോൾ ഇതിൻ്റെ വലിപ്പം കൂടുകയും അതിന് പുറത്തോട്ട് വരാനുള്ള വഴി ബ്ലോക്കാണ്. ബീജത്തിന് കയറി വരാനുള്ള വഴി മാത്രമേ ഉള്ളൂ. അത് ആ ട്യൂബിനകത്ത് നിന്ന് വളരുകയും അതിൻ്റെ ഭാഗമായിട്ട് ട്യൂബ് വലുതായി പൊട്ടുകയും ചെയ്യുമ്പോൾ നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും. അത് റപ്ചറായി കഴിഞ്ഞാൽ ആ ട്യൂബ് നമുക്ക് നഷ്ടപ്പെടും. അത് പലപ്പോഴും ജീവന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ സ്കാനിങ് ഒക്കെ 2-3 മാസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കുന്ന ഒരു ശീലത്തിലേക്ക് പോവാതെ ഏകദേശം നമ്മൾ പ്രഗ്നൻ്റ് ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 20-25 ദിവസത്തിന് ഉള്ളിലെങ്കിലും നമ്മൾ സ്കാനിങ് എടുത്ത്, അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്ത് ഈ പറഞ്ഞ ഭ്രൂണം അണ്ഡാശയത്തിന് യൂട്രസിനകത്താണ്, അല്ലാതെ നമ്മുടെ ഈ ഫെല്ലോപ്പിയൻ ട്യൂബിനകത്തല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ ജീവന് തന്നെ അപകടം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. തന്നെയുമല്ല, ഒരു ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ ആ നമ്മുടെ ഫെർട്ടിലിറ്റിയുടെ റേറ്റ് നമുക്ക് ഒരു 50% ആയിട്ട് കുറയും. അപ്പോൾ ഇതിൽ നമ്മുടെ ഹോമിയോപ്പതിയിലുള്ള ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോമിയോപ്പതിയിൽ ധാരാളം മരുന്നുകളുണ്ട് ഈ ട്യൂബിൻ്റെ ബ്ലോക്കേജ് അലിയിച്ച് കളയാനായിട്ട്. പലപ്പോഴും നമുക്കറിയാം ബാക്കിയുള്ള പ്രൊസീജിയറുകളൊന്നും ചെയ്താൽ തന്നെയും ട്യൂബിൻ്റെ ബ്ലോക്കേജ് പലപ്പോഴും മാറാറില്ല. അങ്ങനെയുള്ളവർക്ക് ടെസ്റ്റ് ട്യൂബ് ബേബി അല്ലെങ്കിൽ IVF ഒക്കെയാണ് പലപ്പോഴും സജസ്റ്റ് ചെയ്യുമെങ്കിലും ഹോമിയോപ്പതി മരുന്നുകളിലൂടെ നല്ലൊരു ശതമാനം ഈ പറഞ്ഞ ട്യൂബൽ ബ്ലോക്കേജും മാറിക്കിട്ടാറുണ്ട്. നമുക്ക് പലപ്പോഴും അതിന് വേണ്ടിയിട്ട് ഒരു 4 മാസത്തെ മരുന്നിന് ശേഷം വീണ്ടും നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ട്യൂബ് തുറന്നിട്ടുണ്ടാവാം. അങ്ങനെ തുറക്കാത്തവർക്ക് അടുത്തൊരു 4 മാസം കൂടി അടുത്തൊരു കോഴ്സ് മരുന്നും കൂടി കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ശതമാനം ട്യൂബ് ബ്ലോക്കേജും മാറിക്കിട്ടാറുണ്ട് ഹോമിയോപ്പതി പ്രകാരം. ഹോമിയോപ്പതിയിലെ മരുന്നുകൾ പലപ്പോഴും ഈ സ്കാർ ടിഷ്യൂവിനെ ഡിസോൾവ് ചെയ്യിക്കും, അലിയിപ്പിച്ച് കളയും. അപ്പോൾ അത് നമുക്ക് ഒരു 4 മാസം മുതൽ 8 മാസം വരെ സമയമെടുക്കാം. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു ട്യൂബിലുള്ള പ്രഗ്നൻസി, അത് നമ്മൾ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ്, ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണോ, അതോ ഇത് വരാറുണ്ടോ? നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ട്യൂബൽ ബ്ലോക്കേജ് മാറിയതിന് ശേഷം നമ്മൾ ഗർഭധാരണം നടത്താനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഗർഭധാരണം ഉണ്ടായാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു 10-20 ദിവസമായി, നമ്മളെപ്പോഴും ഫെർട്ടിലൈസേഷൻ നടന്ന് അടുത്ത മെൻസസ് ആവുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 10-15 ദിവസം മുതൽ 20 ദിവസത്തിനിടയിലായിരിക്കും. ആ സമയത്താണ് നമ്മൾ പ്രഗ്നൻ്റ് ആയി എന്ന് അറിയാം.
അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു 10-15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ഇത് യൂട്രസിലേക്ക് വന്ന് കൃത്യമായിട്ട് നമുക്ക് സ്കാൻ ചെയ്താൽ അറിയുന്ന രീതിയിലേക്ക് വരിക. ആ സമയത്ത് തീർച്ചയായിട്ടും, അതായത് പീരീഡ്സ് ആവേണ്ട ഡേറ്റ് കഴിഞ്ഞാൽ ഒരു 10-20 ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഈ പറഞ്ഞ ഭ്രൂണം അവിടെ തന്നെ ഉണ്ടോ, യൂട്രസിനകത്ത് തന്നെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ബ്ലഡിൽ നോക്കുമ്പോൾ പ്രഗ്നൻസി പോസിറ്റീവാണ്, അതായത് ബീറ്റ-HCG എന്ന് പറഞ്ഞ സംഗതി ചെയ്യുമ്പോൾ പോസിറ്റീവാണ്, കാർഡ് ടെസ്റ്റ് പോസിറ്റീവാണ്, സ്കാൻ ചെയ്യുമ്പോൾ അത് കാണുന്നില്ല. പലപ്പോഴും നമ്മൾ ആ അണ്ടാശയത്തിൻ്റെ അകത്ത് ട്യൂബിൻ്റെ ആ ഭാഗത്ത് കുറച്ചൊരു മുഴ പോലെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതാണെന്ന് മനസ്സിലാക്കുക. അതിന് നമുക്ക് ആ ഫെല്ലോപ്പിയൻ ട്യൂബിൽ ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ അതിൽ ഹോമിയോപ്പതി കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒന്നുകിൽ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിനുള്ള മെഡിസിൻസ് ഉള്ളിലോട്ട് കഴിക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രൊസീജിയറുകൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഡോക്ടർ, സമയപരിമിതി മൂലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തത് സ്ത്രീ വന്ധ്യതയെക്കുറിച്ചാണ്. അടുത്ത അധ്യായത്തിൽ പുരുഷവന്ധ്യതയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒരുപാട് നന്ദി, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നതിന്. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മളിന്ന് സംസാരിച്ച വിഷയം വന്ധ്യതയെക്കുറിച്ചാണ്. അതുമാത്രമല്ല, സ്പെഷ്യലി സ്ത്രീകൾക്കുള്ള വന്ധ്യതയെക്കുറിച്ചാണ് നമ്മളിന്ന് കൂടുതലായിട്ടും പറഞ്ഞിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുരുഷവന്ധ്യതയ്ക്കുള്ള കാരണങ്ങളും അതിൻ്റെ ചികിത്സാ രീതികളുമാണ് ചർച്ച ചെയ്യുന്നത്. വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. അതുവരയ്ക്കും നന്ദി.